മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പാങ്ങോട് കല്ലറയിൽ 14 വയസ്സുകാരൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ 67കാരൻ അറസ്റ്റിൽ. കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കല്ലറ സ്വദേശി ധർമ്മരാജനെയാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 31 വൈകുന്നേരം 6 മണിയോടെയായിരുന്നു കുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാങ്ങോട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആണ് മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തിയത്. അരുൺ മോഹൻ ആണ് ചേരുന്നത്. അരുൺ, അങ്ങേയറ്റം നീചമായ ഒരു പ്രവൃത്തി, അതിലൊരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം വളരെ നീചമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ പറയുന്ന 67കാരനിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ 31-ാം തീയതിയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പാങ്ങോട് സ്വദേശിയായ 14കാരന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് എത്തിയത് ഇയാൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി കാരണത്താലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പാങ്ങോട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 31-ാം തീയതി വീടിന് ആയിരുന്നു ഈ പറയുന്ന 14കാരനെ തൂങ്ങിയ നിലയിൽ കാണുന്നത്. അന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുട്ടായി വാങ്ങിയതുമായി ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നുള്ള മനോവിഷമത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തു ആയിരുന്നു പ്രാഥമികമായി പോലീസിന് കിട്ടിയ വിവരം. അതിൽ തുടർന്നുള്ള അന്വേഷണമായിരുന്നു നടന്നത്. എന്നാൽ തുടർന്ന് പോലീസിന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളും തുടർന്ന് പരിശോധനയും ഫലമായിട്ടാണ് കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഈ പറയുന്ന 67കാരനായ ധർമ്മരാജനെ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ ഇപ്പോൾ ധർമ്മരാജന്റെ ഒരു പശ്ചാത്തലം അറിയാമോ? ഇയാൾ അയൽവാസിയായിരുന്നോ? എങ്ങനെയാണ് ഈ കുട്ടിയുമായി പരിചയത്തിൽ വന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? ധർമ്മരാജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അയൽവാസിയായിരുന്നു ധർമ്മരാജിന്റെ. ഇയാൾ സമീപത്തിൽ കട നടത്തുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുന്നു. ഈ കടയിലൊക്കെ സാധാരണ ഈ കുട്ടി പോകാറുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു ബന്ധമാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, കുട്ടിക്ക് മുട്ടായി ചോദിക്കാതെ എടുത്തതിലുള്ള ഒരു വഴക്ക് പറഞ്ഞതിലുള്ള വിഷമത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ പോലീസ് നടത്തിയ വിശദമായ ഒരു അന്വേഷണത്തിലാണ് ധർമ്മരാജന്റെ ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് മനസ്സിലാക്കുന്നതും തുടർന്ന് പാങ്ങോട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും. അഭിലാഷ്, 67കാരനായ ധർമ്മരാജൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിനെ തുടർന്നാണ്, അതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയത്. ഇപ്പോൾ ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.